അങ്ങനെ ഈ ട്രെയിനിൽ ഒരു അമ്മയും കൊച്ചിനെയും കണ്ടു. അപ്പം ഈ അമ്മ എന്നെ കണ്ടപ്പോൾ തൊട്ട് മാതാവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൃപാസന മാതാവിൻ്റെ. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, എനിക്കൊരു പരിചയമില്ല, ഇവരെന്താണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവരെന്നെ നോക്കി കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവർക്ക് സാധിച്ച കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നെ ഇവരുടെ സ്ഥലം ചോദിക്കുന്നുണ്ടെങ്കിലും ഇവർ സ്ഥലം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം, പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം, ഈ പെയിൻ മാറിയ ഉടനെ തന്നെ മാതാവിൻ്റെ അടുത്ത് പോകുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ച്, ഈ 2-3 മാസമായിട്ട് ഒരു മാറാത്തൊരു പെയിൻ എങ്ങനെയാണ് പുള്ളിക്കാരി പറയുന്ന ഉടനെ മാറുന്നത്? അപ്പോൾ എനിക്ക് കൂടെ എൻ്റെ ഫാക്കൽറ്റീസ് ഉണ്ട്, ഞാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ അത്ര വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവരത്ര മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെയും വഴക്കിടുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ സ്ട്രേഞ്ചേഴ്സായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ദോഷം വന്നില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പെഡലി